ഹായ് അസ്സലാമലൈക്കും. സജന ഹക്കിം ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കേരള തനിമയെ തൊട്ടുണർത്തുന്ന തനി നാടൻ വീട്ടമ്മയുടെ ഈ റെസിപ്പി ഒരു തവണ ഉണ്ടാക്കി കഴിച്ചാൽ മതി, പിന്നെയും ഈ രീതിയിൽ ഉണ്ടാക്കി കഴിച്ചാലോ എന്ന് മനസ്സ് കൊണ്ടെത്തിക്കുന്ന അടിപൊളി ചിക്കൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അത്രയും രുചികരമായ പൊളി ഐറ്റമാണിത് കേട്ടോ. വെറൈറ്റി റെസിപ്പി എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാനായിട്ട് ശ്രമിക്കണം. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ 100% റിസൾട്ട് നൽകുന്ന അടിപൊളി ചിക്കൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. വെറൈറ്റി ചിക്കൻ കറി കേട്ടോ. അപ്പോൾ മുഹറം 10 നോമ്പുതുറയ്ക്ക് കുഞ്ഞു വിഭവം ഉള്ളി ബജി കേട്ടോ, അത് റെഡിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ നോമ്പുതുറ വിശേഷങ്ങളും നിങ്ങളുമായി ഷെയർ ചെയ്യാം എന്ന് കരുതിയിട്ടാട്ടോ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. കേരള തനിമയെ തൊട്ടുണർത്തുന്ന വെറൈറ്റി റെസിപ്പി ചിക്കൻ കറി നമുക്ക് കണ്ടാലോ. അടിപൊളി പൊളി ഐറ്റം. അപ്പോൾ അതിലേക്ക് ചെറിയൊരു കൂട്ട് റെഡിയാക്കി എടുക്കാനുണ്ട് കേട്ടോ. മിക്സി ജാർ എടുക്കുക. എന്നിട്ട് അതിലേക്ക് 10 അല്ലി വെളുത്തുള്ളി കേട്ടോ, വലിയതാണെങ്കിൽ 6 മതിയാവും കേട്ടോ. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക്, 4 പച്ചമുളക്, പിന്നെ ഇഞ്ചി, പിന്നെ മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി. പിന്നെ ഒന്നും ചേർക്കാനൊന്നും പാടില്ല. നമുക്ക് മിക്സിയിലൊന്ന് കറക്കിയെടുത്ത് കൊണ്ടുവരാം കേട്ടോ. മെല്ലെ ഒന്ന് കറക്കിയെടുത്താൽ മാത്രം മതി കേട്ടോ. അങ്ങനെ കറക്കിയെടുത്ത് സെറ്റാക്കിയതാ ഇപ്പോൾ വരും കേട്ടോ. നോക്കൂ, ഇതേ രീതിയിൽ വേണം കറക്കിയെടുത്ത് കൊണ്ടുവരാൻ കേട്ടോ. എന്നിട്ട് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് തട്ടി കൊടുക്കാം കേട്ടോ. അടുത്തതായി മല്ലിച്ചപ്പ് കേട്ടോ. മല്ലിച്ചപ്പ് കുനുകുന അരിഞ്ഞത് അതിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുത്തു കേട്ടോ. എന്നിട്ട് കട്ടത്തൈരാണ്, 3 ടീസ്പൂൺ കട്ടത്തൈര് അതിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുത്തു. പാകത്തിന് ഉപ്പിട്ടു. എന്നിട്ട് നല്ലതുപോലെ 2 മിനിറ്റോളം നല്ലതുപോലെ അങ്ങോട്ട് കുഴച്ചെടുത്ത് സെറ്റാക്കണം കേട്ടോ. 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. എന്നിട്ട് വേണം നമുക്ക് വെറൈറ്റി റെസിപ്പി തനി നാടൻ സ്റ്റൈലിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പം നമുക്ക് അടുപ്പത്തേക്കൊരു ചീഞ്ചട്ടി വെച്ചുകൊടുക്കാം. പാകത്തിന് അങ്ങോട്ട് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കാം കേട്ടോ. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി വന്നാൽ നമുക്കതിലേക്ക് എന്തിടാം? ഏലക്കായ 3-4 എണ്ണം, കറിയാമ്പൂ 3-4 എണ്ണം, പിന്നെ കറുകപ്പട്ട, അതൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. എന്നിട്ട് നമുക്കതിലേക്ക് പൊടിയായി അരിഞ്ഞ നമ്മുടെ സബോളക്കുട്ടനെയും ചെറുള്ളിക്കുട്ടനെയും അതിലേക്ക് ഇങ്ങോട്ട് തട്ടി കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഒരു ബ്രൗൺ നിറമാകുന്നത് വരെ അങ്ങോട്ട് ഇളക്കി കൊടുത്തങ്ങോട്ട് സെറ്റാക്കി എടുക്കണം കേട്ടോ. അപ്പം നമുക്ക് കുറച്ചങ്ങോട്ട് ഉപ്പ് അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് അങ്ങോട്ട് ബ്രൗൺ നിറത്തിലാവും കേട്ടോ. അങ്ങനെ നല്ലതുപോലെ അങ്ങോട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. സബോള നല്ലതുപോലെ വേവണം കേട്ടോ, എന്നാലാണ് നമ്മുടെ കറിയുടെ ടേസ്റ്റ് രുചികരമാവുള്ളൂ കേട്ടോ. അപ്പം നല്ലതുപോലെ വഴറ്റിയെടുക്കണം. എല്ലാവരും ലൈക്ക് അടിക്കാനായിട്ട് മറന്നു പോകുന്നുണ്ടല്ലേ. എന്താണ് ലൈക്ക് അടിക്കാനായിട്ട് മറന്നു പോകുന്നേ? കുറേ കൂട്ടുകാർ സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടുകാരുണ്ട്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ഞാൻ കമൻറ്റൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ കമൻറ്റിലൊന്ന് രേഖപ്പെടുത്തിയാൽ മതി കേട്ടോ. അപ്പോൾ ബ്രൗൺ നിറത്തിലായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിലേക്ക് തക്കാളിക്കുട്ടൻ കേട്ടോ, ഒരു 1.5 തക്കാളിയായിട്ട് ഞാൻ എടുത്തത്. നല്ലതുപോലെ ഉടഞ്ഞ് ചേരണം. വെളിച്ചെണ്ണ നല്ലതുപോലെ തെളിഞ്ഞ് വരണം. അതുവരെ നല്ലതുപോലെ അങ്ങോട്ട് ഇളക്കി കൊടുത്തങ്ങോട്ട് സെറ്റാക്കി എടുക്കണം കേട്ടോ. വീഡിയോ സ്ഥിരമായി കാണുന്ന കുറേ കൂട്ടുകാരുണ്ട്. അവരോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് കേട്ടോ. എന്താണെന്നറിയോ? എല്ലാവരും ഒന്ന് പരമാവധി മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുമോ? എന്നാലാണ് എൻ്റെ ചാനലൊന്ന് ഉഷാറായി വരുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ്. പിന്നെ പുതുതായി കാണുന്ന കൂട്ടുകാർ, അവർ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് രേഖപ്പെടുത്തണം കേട്ടോ. പിന്നെ പരമാവധി ഒന്ന് ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. 15 മിനിറ്റോളം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചില്ലേ ചിക്കൻ, അതങ്ങോട്ട് ചീഞ്ചട്ടിയിലേക്ക് തട്ടി കൊടുക്കണം കേട്ടോ. എന്നിട്ട് 2 മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ ചട്ടകവും പിടിച്ചിട്ടാട്ടോ ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പോൾ അത് ഞാൻ ഇളക്കുന്നത് കാണിക്കാനായിട്ട് എനിക്ക് പറ്റുന്നില്ല.
എപ്പോഴും ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ ചട്ടകവും പിടിച്ചിട്ടാട്ടോ വീഡിയോസ് എടുക്കുന്നത്. എവിടെയും ഫോൺ വയ്ക്കാനായിട്ട് സ്ഥലമില്ല കേട്ടോ. അതാണ് എവിടെയെങ്കിലും വെച്ചാൽ തട്ടി മറിഞ്ഞ് വീഴോ എന്നൊരു പേടിയാട്ടോ. അങ്ങനത്തെ നല്ല പോലെ ചൂടുള്ള വെള്ളം വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ. എത്രയാണോ ഗ്രേവി വേണ്ടത് അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ. എന്നിട്ട് നമുക്ക് പാകത്തിന് ഉപ്പ് പോരെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. കറി മസാലയുടെ ഇല ഉണ്ടെങ്കിൽ ഉഷാറാവും കേട്ടോ. അപ്പോൾ നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന ഇലയേക്കാളും നല്ലത് വീട്ടിൽ വളർത്തുന്ന കറി മസാലയുടെ ഇലയാണ് കേട്ടോ. എൻ്റെ വീട്ടിൽ കറി മസാലയുടെ ചെടിയുണ്ട്. അപ്പോൾ അതിൽ നിന്ന് പറിച്ചെടുത്തത് വെട്ടിങ്ങായിട്ട് കത്രിക കൊണ്ട് വെട്ടിങ്ങായിട്ട് ഞാൻ അതിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുത്തു കേട്ടോ. ഇനി നമുക്കതൊന്ന് മൂടി വയ്ക്കാം. ഒരു 15 മിനിറ്റിന് ശേഷം നമ്മുടെ ചിക്കൻ കറി അങ്ങോട്ട് റെഡിയായി വരും കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാരും തുടക്കം മുതൽ അവസാനം വരെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. അപ്പോൾ ചിക്കൻ്റെ പകുതി വേവാകുമ്പോൾ നമുക്കതിലേക്ക് കറി മസാല പൊടിയും പിന്നെ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് അങ്ങോട്ട് സെറ്റാക്കി എടുക്കാം കേട്ടോ. എന്നിട്ടൊന്ന് മൂടി വയ്ക്കണേ. ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടോ എൻ്റെ ചാനൽ? ആദ്യമായി കാണുന്ന കൂട്ടുകാർക്ക് സുഖമാണോ? പിന്നെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ സുഖമായിരിക്കുന്നോ? പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പുതിയ കൂട്ടുകാരെ? പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്ത് വേണം കേട്ടോ കാണുവാൻ. പിന്നെ ഒരു ലൈക്കൊക്കെ അടിച്ച് സ്കിപ്പ് ചെയ്യാതെ കണ്ട് എന്ത് ചെയ്യണം? കമൻറ്റ് രേഖപ്പെടുത്തണം കേട്ടോ. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ. അങ്ങനത്തെ മൂടി വെച്ചിട്ടോ. വീഡിയോ സ്ഥിരമായി വാച്ച് ചെയ്യുന്ന കൂട്ടുകാരുണ്ടോ? അവർക്ക് സുഖമാണോ? പിന്നെ സ്ഥിരമായി കാണുന്ന കൂട്ടുകാർ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഇനിയും സപ്പോർട്ട് ചെയ്യണം. എന്നാൽ മാത്രമാണ് ചാനൽ അങ്ങോട്ട് ഉഷാറായി വരുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ എത്രത്തോളം നമ്മുടെ ചിക്കൻ കറി 100% റിസൾട്ട് നൽകുന്ന പെർഫെക്റ്റ് റെസിപ്പി ചിക്കൻ കറി വന്നിട്ടുണ്ടാവുമെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ? അടിപൊളി രുചികരമായ വെറൈറ്റി ചിക്കൻ കറി, ഒരു പൊളി ഐറ്റം കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. പിള്ളേർക്ക് ഫുഡ് കൊടുക്കാനാട്ടോ പോകുന്നത്. അപ്പോൾ പിള്ളേർക്ക് ചിക്കൻ കറി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ പത്തിരി വേണമെന്നായിട്ടോ. അപ്പോൾ പത്തിരി ഉണ്ടാക്കാൻ എനിക്ക് വയ്യ എന്ന് പറഞ്ഞപ്പോൾ പിള്ളേർ പിന്നെ സമ്മതിച്ചു തന്നു കേട്ടോ. അപ്പോൾ ഞാനൊരു പാക്കറ്റ് ചപ്പാത്തി വാങ്ങിയിട്ടോ നോമ്പ് തുറക്കാനായിട്ട്. അപ്പോൾ ഉള്ളി ബജിയും നാരങ്ങ വെള്ളവും അതേപോലെ തന്നെ ചിക്കൻ കറിയും ഒക്കെ ആട്ടോ ഞങ്ങളുടെ നോമ്പ് തുറക്കി. അപ്പോൾ അധികമൊന്നും വിഭവങ്ങളൊന്നും ഒരുക്കിയില്ല. അപ്പോൾ ചിക്കൻ വാങ്ങിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് മുന്നിൽ വെറൈറ്റി റെസിപ്പി ആയിട്ട് വരാമെന്ന് കേട്ടോ. തനിനാടൻ സ്റ്റൈല് ഒരു പൊളി ഐറ്റമാണ് ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ. പൊളി ഐറ്റം. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കി ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കാനായിട്ട് മറന്നു പോരുത് കേട്ടോ. അങ്ങനെ പിള്ളേർക്കൊക്കെ ചോറ് കൊടുക്കുകയാണ്. അതിന് ശേഷം ഞാൻ ഒരു 4 മണിക്ക് ശേഷം ഉള്ളി ബജി ഉണ്ടാക്കാനായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ കഴിഞ്ഞ വ്ലോഗിൽ ഉൾപ്പെടുത്തിയിരുന്നു, മുഹറം 9 വിശേഷങ്ങളിൽ കേട്ടോ. അപ്പോൾ നല്ലതുപോലെ സെറ്റാക്കിയ ശേഷം ഫ്രൈ ചെയ്ത് കൊണ്ടിരിക്കാം കേട്ടോ. അങ്ങനെ ഉള്ളി ബജിയും നാരങ്ങ വെള്ളവും ചപ്പാത്തിയും ചിക്കൻ കറി ആയിരുന്നു കേട്ടോ നോമ്പ് തുറക്കി. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാ കൂട്ടുകാരും എന്ത് ചെയ്യണം? പരമാവധി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ആരും മറന്നു പോരുത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ചാനലിൻ്റെ വിജയം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായും വേണം. എന്നാൽ മാത്രമാണ് എൻ്റെ ചാനൽ അങ്ങോട്ട് ഉഷാറായി വരുള്ളൂ കേട്ടോ. അങ്ങനത്തെ ഉള്ളി ബജിയും നാരങ്ങ വെള്ളം കേട്ടോ. ഇനി അടുത്തൊരു വീഡിയോയുമായി വരാം. ബൈ.